ഒന്നും രണ്ടും അല്ല, 17 തിയേറ്റർ സ്ക്രീനുകളാണ് നമ്മുടെ കോട്ടയം ജില്ലയിൽ തുറക്കാനായിട്ട് പോകുന്നത്. തിയേറ്റർ മാത്രമല്ല, കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളും ഉടനെ തുറക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ പുതിയതായിട്ട് തുറക്കാൻ പോകുന്ന ഷോപ്പിംഗ് മാളുകളും അതുപോലെ തന്നെ തിയേറ്ററുകളുടെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് തിരുവനന്തപുരം നേരെ അങ്ങ് കോട്ടയത്തേക്ക് പോവാം. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം, നിങ്ങളിത് എഴുതി വെച്ചോ. ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്ന പുതിയ പുതിയ തിയേറ്ററുകളും ഇനി മറ്റ് ജില്ലയിൽ തുറക്കാൻ പോകുന്ന പുതിയ പുതിയ തിയേറ്ററുകളും ഒക്കെ എന്താ പറയാ, ഒരു ഡീസന്റ് ലെവലിലുള്ള തിയേറ്ററുകളാണ്. അതായത് ഇതാണ്ടാ മോനെ തിയേറ്റർ, ഇതാണ് കിടിലൻ തിയേറ്റർ എന്ന് പറയാൻ പറ്റുന്ന ഗംഭീര അതിഗംഭീര തിയേറ്ററുകളൊന്നും നമ്മുടെ നാട്ടിൽ തുറക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. വെറുതെ വന്നിരുന്ന വാചകം അടിച്ചാൽ പോരല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യം ഞാൻ വിശദീകരിക്കണമല്ലോ. അത് നമുക്ക് പോകെ പോകെ പറയാം അല്ലേ. അപ്പൊ കോട്ടയത്ത് പുതിയതായിട്ട് തുറക്കാൻ പോകുന്ന തിയേറ്റർ അല്ലാതെ ഇപ്പൊ തുറന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു തിയേറ്ററിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കല്ലറയാണ്. കല്ലറ എന്ന് കേൾക്കുമ്പോൾ പല ജില്ലകളിലും കല്ലറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അല്ലെ. തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് വെച്ച് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കരുത്. കോട്ടയം ജില്ലയിലെ കല്ലറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇതിന് തൊട്ടടുത്തുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റുമാനൂർ, വൈക്കം ഒക്കെയാണ്. ഏതാണ്ട് ഒരു 15 കിലോമീറ്ററിനകത്ത് വരുന്ന സ്ഥലങ്ങളാണ് ഈ ഏറ്റുമാനൂർ, വൈക്കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു പ്രദേശത്തായിട്ടാണ് പുതിയ ഒരു തിയേറ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ കല്ലറയിലുള്ള നിവാസികൾക്കും അതിന് ചുറ്റുവട്ടത്തുള്ള പ്രദേശത്തുള്ള ആൾക്കാർക്കും ഒക്കെ ഇനി എന്തായാലും കിടിലമായിട്ട് സിനിമ കാണാൻ പറ്റുന്ന ഒരു പുതിയ തിയേറ്റർ അങ്ങനെ തുറന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തിയേറ്ററിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് വിൽ സിനിമാസ്. ചിലപ്പോൾ ഈ ഒരു പേര് നിങ്ങൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടായിരിക്കും. യെസ്, അപ്പോൾ അതാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ മൊത്തം 3 സ്ക്രീനാണ് വരുന്നത്. J1, J2, J3 എന്നാണ് ഈ സ്ക്രീനുകൾക്ക് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ J1 എന്ന് പറഞ്ഞ സ്ക്രീനാണ്. ഏതാണ്ട് 269 സീറ്റാണ് ഈ ഒരു സ്ക്രീനിനകത്ത് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രൊജക്ഷനും സൗണ്ട് ഫോർമാറ്റും കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ക്രിസ്റ്റിയുടെ 4K RGB ലേസർ പ്രൊജക്ഷനാണ് ഈ ഒരു സ്ക്രീനിൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഞെട്ടിയോ? ഇല്ലല്ലേ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ പുതിയതായിട്ട് തുറക്കുന്ന തിയേറ്ററുകളുടെ ഒക്കെ സ്പെക്ക് വരുന്ന എല്ലാം 4K RGB ലേസർ പ്രൊജക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒരുപാട് ഞെട്ടാനായിട്ടുള്ള കാര്യമൊന്നുമില്ല. എന്തായാലും ഗംഭീര പ്രൊജക്ഷൻ തന്നെയാണ് ഈ ഒരു സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി സൗണ്ട് ഫോർമാറ്റിന്റെ കാര്യം നോക്കുവാണെങ്കിൽ 36 ചാനൽ ഡോൾബി അറ്റ്മോസ് ആണ്. അപ്പോൾ എന്തായാലും 4K ലേസർ പ്രൊജക്ഷൻ പ്ലസ് ഡോൾബി അറ്റ്മോസിൽ നിങ്ങൾക്ക് സിനിമ കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ J2, J3 എന്ന് പറഞ്ഞ സ്ക്രീനുകളിൽ ഏതാണ്ട് 200ഓളം സീറ്റുകളാണ് വരുന്നത് കേട്ടോ. 2 സ്ക്രീനിൽ 200 വീതം സീറ്റുകളാണ് വരുന്നത്. അപ്പോൾ അവിടെ 2K പ്രൊജക്ഷൻ ആണ്, പക്ഷെ അത് ലേസർ പ്രൊജക്ഷൻ ആണ് കേട്ടോ. പിന്നെ ഡോൾബി അറ്റ്മോസ് അല്ല, ഡോൾബി 7.1 ആണ്. തരക്കേടില്ലാത്ത ഒരു സ്പെക്കൊക്കെ ഈ 2 സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, എന്തുകൊണ്ട് ഈ തിയേറ്ററുകൾ, ഇപ്പം ഈ ഒരു തിയേറ്റർ ഗുഡ് വിൽ സിനിമാസ് ആണെങ്കിൽ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന തിയേറ്റർ ആണെങ്കിലൊക്കെ ഗംഭീര തിയേറ്റർ എന്ന് പറയാത്തത് എന്ന് ചോദിക്കുവാണെങ്കിൽ, ഇവരിവിടെ മിസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ തിയേറ്റർ സ്ക്രീനിൻ്റെ സൈസാണ് കേട്ടോ. അത് പല തിയേറ്റർ ഇപ്പോൾ ഇറങ്ങുന്ന ഒരു ഭൂരിഭാഗം തിയേറ്ററുകൾ മിസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ തിയേറ്റർ സ്ക്രീനിൻ്റെ സൈസാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തിയേറ്റർ പണിയണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നല്ല പൈസ വേണം. ലക്ഷത്തിലൊന്നും നിൽക്കുന്ന കാര്യമല്ല, കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇന്നൊരു നല്ല തിയേറ്റർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയേറ്റർ ഉടമയുടെ ആ ഒരു ത്യാഗവും സഹനവും അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇത്രയും കോടികൾ മുടക്കി ഒരു ഗംഭീര തിയേറ്റർ പണിയുന്ന സമയത്ത് വെയിറ്റ് ലോബിയൊക്കെ നിങ്ങൾ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയാലോ, ഗംഭീരമായിട്ട് നമ്മുടെ PVR സെറ്റപ്പോട് കൂടിയ അതേപോലെയൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വെയിറ്റ് ലോബിയുള്ള തിയേറ്ററുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ പോലും ഉണ്ട്. അപ്പം അത്രയധികം ഒരു പൈസ മുടക്കുന്നുണ്ട്. അപ്പോൾ അത്രയും മുടക്കുമ്പോഴും ചിലപ്പോൾ പ്രൊജക്ഷൻ 4K RGB ലേസർ പ്രൊജക്ഷൻ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി എടുക്കും. പിന്നെ അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസും ഒരു എന്താ പറയുക, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് എടുക്കും. അപ്പം സൗണ്ടും ഇവർ അതുപോലെ തന്നെ ഈ ഒരു വിഷ്വലിൻ്റെ ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നോക്കും. പക്ഷേ കോംപ്രമൈസ് ചെയ്ത് പോകുന്നത് ഈ ഒരു സ്ക്രീനിൻ്റെ സൈസാണ്. സീറ്റിൻ്റെ എണ്ണവും ഒരുപാട് ആൾക്കാർക്ക് കൺസേൺ ഉണ്ട്. കാര്യം ഒരു എന്താ പറയുക, പഴയ ഒരു എന്താ പറയുക, നമുക്കൊരു ഒരു എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 500 സീറ്റൊക്കെ വേണം. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു 200 മുകളിലോട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു ഡീസൻറ്റ് സിറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടെന്ന് പറയാം. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ 200, ചെറിയ സ്ക്രീൻ ആണെങ്കിൽ 200 സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. വലിയ സ്ക്രീനിൽ 269 സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്തെ സീറ്റ് അത്ര ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഈ സ്ക്രീനിൻ്റെ സൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയത് 2025 ആയി കേട്ടോ. അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറേ വർഷങ്ങൾ മുന്നേ, ഏതാണ്ട് ഒരു 10 കൊല്ലം മുന്നേ നമ്മുടെ നാട്ടിൽ അതിഗംഭീര വലിപ്പമുള്ള സ്ക്രീനുകൾ വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാലോ ഏതാന്ന്. യെസ്, നമ്മുടെ ട്രിവാൻഡ്രം ഏരീസ് ഫ്ലിക്സ് തിയേറ്ററിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അന്ധകാലം എന്ന് പറയുമ്പോൾ ഒരുപാട് കാലമൊന്നും ഇല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ 72 ഫീറ്റ് വലിപ്പമുള്ള ഒരു സ്ക്രീൻ അവർ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ ഒരു വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
അതേ വിഷനോട് കൂടിയ തിയേറ്റർ ഓണേഴ്സ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും ഒരു ബിസിനസ് മൈൻഡോട് കൂടി തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ചെയ്യട്ടെ. പക്ഷേ നമ്മുടെ തിയേറ്ററിൽ പോയി സിനിമ കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻ സൈസ് ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. അല്ലേ? കറക്റ്റ് അല്ലേ? ഇപ്പോൾ പല ആൾക്കാരുടെ ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, തീപ്പെട്ടി കൂടിനകത്തിരുന്ന് സിനിമ കാണുന്ന ഒരു ഫീലാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണ് പല ആൾക്കാരും കമൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സീറ്റിൻ്റെ എണ്ണം കുറയ്ക്കുന്നത് കൊണ്ട് എനിക്കും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ സ്ക്രീൻ സൈസ് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ കൊടുക്കണം. ഓഡിറ്റോറിയത്തിൻ്റെ സൈസ് ചെറുതാണെങ്കിൽ പോലും, അതായത് ആ ഒരു വോൾ ടു വോൾ ഹൈറ്റ് ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ രീതിക്ക് അറേഞ്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീരവും. കാര്യം ഇത്രയധികം പൈസ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആ ഒരു ഏരീസ് പ്ലക്സ് തിയേറ്ററിന് ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റീഷൻ കൊടുക്കാനായിട്ട് ഇന്ന് നമ്മുടെ കേരളത്തിൽ നിലവിലുള്ളത് നമ്മുടെ കൊല്ലം പാരിപ്പള്ളി രേവതി സിനിമാക്സ് മാത്രമാണ്. ഈ 2 തിയേറ്ററുകളെ വെല്ലുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു തിയേറ്ററിന്റെ പേര് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറഞ്ഞുതരാൻ പറ്റുമോ? ഇല്ല. അതാണ് അതിൻ്റെ ഒരു വാസ്തവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഫ്ലാറ്റ് സ്ക്രീൻ തിയേറ്റർ ഉണ്ട്. ഇപ്പോൾ എപ്പിക് തിയേറ്റർ ഉണ്ട്, PX ഉണ്ട്, IMAX ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്തും പിന്നെ ഇവിടെ ഒരു കോമഡി ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫ്ലാറ്റ് സ്ക്രീനിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ, അതായത് പൊക്കം കൂടിയ ഉയരം കൂടിയ സ്ക്രീനുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വലിയ ഇമേജ് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലാറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഫ്ലാറ്റ് സ്ക്രീനിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇവിടെ ഉള്ള സിനിമാസ്കോപ്പ് സ്ക്രീൻ, അതായത് ഏരീസ് പ്ലക്സ്, രേവതി പോലുള്ള തിയേറ്ററുകളുടെ സ്ക്രീൻ ഉണ്ടല്ലോ, അതായത് 72 ഫീറ്റ് വലിപ്പം, അത്രയും പോലും ഇല്ല ഈ ഫ്ലാറ്റ് സ്ക്രീനുകൾക്ക്. അതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് നാട്ടിലുള്ള തിയേറ്റർ എന്തൂസിയാസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. പക്ഷേ ഈ 2 തിയേറ്ററുകളെയും കടത്തി വെട്ടിയ ഒരു തിയേറ്റർ ഉണ്ട് കേട്ടോ, അതായത് ഉയരത്തിന്റെ കാര്യത്തിൽ. ആ ഒരേ ഒരു തിയേറ്ററാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പൊക്കം കൂടിയ തിയേറ്റർ. നിങ്ങൾക്ക് മനസ്സിലായി കാണും. യെസ്, നമ്മുടെ ട്രിവാൻഡ്രം IMAX തിയേറ്ററിനാണ് ഏറ്റവും കൂടുതൽ പൊക്കമുള്ള സ്ക്രീൻ നമ്മുടെ കേരളത്തിലുള്ള കേട്ടോ. അപ്പോൾ ആ റെക്കോർഡും തിരുവനന്തപുരം കൊണ്ടുപോയല്ലേ. ഏറ്റവും വലിയ സ്ക്രീനും ഏറ്റവും കൂടുതൽ പൊക്കമുള്ള സ്ക്രീനും ഒക്കെ തിരുവനന്തപുരത്ത് തന്നെയാണ്. യെസ്. അപ്പോൾ ഈ ഏരീസ് പ്ലക്സും അതുപോലെ തന്നെ രേവതി സിനിമാക്സിനെയും കടത്തി വെട്ടാനായിട്ട് ഏതെങ്കിലും ഒരു തിയേറ്റർ വരും എന്നുള്ള പ്രത്യാശയോടുകൂടി നമുക്കിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോയാലോ. നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കറുകച്ചാലാണ് കേട്ടോ. നമ്മുടെ ചങ്ങനാശ്ശേരി താലൂക്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൗൺ ഏരിയ ആണ് നമ്മുടെ ഈ ഒരു കറുകച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ നമ്മുടെ അഞ്ചാണി സിനിമാസിൻ്റെ ഒരു പുതിയ തിയേറ്റർ കൂടെ വരുന്നുണ്ട്. അവർക്ക് കോട്ടയത്ത് വേറൊരു പള്ളിക്കത്തോടും ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ഉണ്ട്. അപ്പോൾ അത് കൂടാതെ ഇവിടെ ഈ ഒരു കറുകച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തും ഒരു 3 സ്ക്രീനോട് കൂടിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പീക്ക് കൊടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് കൂടാതെ കറുകച്ചാൽ വേറൊരു തിയേറ്റർ വരുന്നുണ്ട് എന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ മാജിക് ഫ്രെയിംസ് തിയേറ്ററുകൾ എന്താ പറയുക, ഇങ്ങനെ കേരളം ഒട്ടാകെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചത് നോർത്ത് സൈഡിൽ മാത്രമായിരിക്കും അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ കൊല്ലം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ട്രിവാൻഡ്രം മാത്രമേ ഉള്ളൂ ബാക്കിയും തോന്നുന്നു. അപ്പം എല്ലാ സ്ഥലത്തെയും ചെറിയ ചെറിയ പ്രദേശങ്ങൾ ഇങ്ങനെ അവർ കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആശീർവാദ് സിനിപ്ലക്സിനെ കടത്തി വെട്ടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോഴേ കറുകച്ചാൽ ഇവിടെ മാജിക് ഫ്രെയിംസിന് വരാൻ പോകുന്ന 3 സ്ക്രീനോട് കൂടിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണെന്നാണ് കേൾക്കാൻ സാധിച്ചത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു തിയേറ്റർ ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചതും. ലിസ്റ്റിൻ സ്റ്റീഫനോട് കൂടി ഒരു ഒരു അപേക്ഷയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ക്രീൻ സൈസ് ഒന്ന് നന്നാക്കടേ. എന്തുവാണ് ഇത്, എത്ര തിയേറ്ററുകൾ നിങ്ങൾ ഇറക്കുന്നുണ്ട്? ഏതെങ്കിലും ഒരു തിയേറ്റർ പറയാനുണ്ട്. ഈ അപ്സരയൊക്കെ വിട്ടാൽ അതൊക്കെ ഓൾറെഡി വലിയ തിയേറ്ററിലായിരുന്നു. ഏതെങ്കിലും ഒരു തിയേറ്റർ, നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു തിയേറ്ററിനകത്ത് വലിയ സ്ക്രീൻ കൊടുക്കുന്നുണ്ടോ? ഇല്ല. അത് നിങ്ങളുടെ ഒരു പോരായ്മയാണ്, നിങ്ങളത് മനസ്സിലാക്കുക. പിന്നെ കോട്ടയത്ത് തന്നെ ഇവരുടെ 2ാമത്തെ തിയേറ്റർ ആണെന്ന് തോന്നുന്നു. കാര്യം നമ്മുടെ തലയോലപ്പറമ്പ് നൈസ് തിയേറ്റർ ഉണ്ടല്ലോ, അതും ഇപ്പോൾ മാജിക് ഫ്രെയിംസിന് അണ്ടറിലാണ് ഉള്ളത്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ തിയേറ്ററുകളൊക്കെ മാജിക് ഫ്രെയിംസ് അങ്ങോട്ട് കൈയടക്കുകയാണ്. നല്ല കാര്യമാണ്. പക്ഷേ വലിയ സ്ക്രീൻ ഒന്ന് കൊടുത്തൂടെ? അപ്പോൾ ഇനി നമ്മൾ കറുകച്ചാലിൽ നേരെ എങ്ങോട്ടാണ് പോകുന്നറിയോ? വൈക്കത്താണ്. വൈക്കം എന്ന് കേൾക്കുമ്പോൾ ഈ കോട്ടയംകാരുടെ മനസ്സിലേക്ക് ഇപ്പം ആ തിയേറ്റർ വന്ന് കാണും. നമ്മുടെ ഗവൺമെൻറ് നമ്മളെ നിരാശപ്പെടുത്തത്തില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന തിയേറ്ററുകളിലൊക്കെ ഏറ്റവും കുറവ് ടിക്കറ്റ് ചാർജ് ഈ ഒരു തിയേറ്ററിലായിരിക്കും വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ കിഡിലോ സ്പെക്കും ഇവിടെ തന്നെ ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ KSFDCയുടെ ഏറ്റവും പുതിയ തിയേറ്ററിൻ്റെ പണി ഇങ്ങനെ അതിഗംഭീരമായിട്ട് തന്നെ നമ്മുടെ വൈക്കത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വർഷം കൊണ്ട് തന്നെ നമുക്ക്, അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമൊക്കെ നമുക്ക് ഈ ഒരു തിയേറ്ററിൻ്റെ ഉദ്ഘാടനം പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ 2 സ്ക്രീനാണ് വരാനായിട്ട് പോകുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, പുതിയ ഗവൺമെൻറ് തിയേറ്ററുകളൊക്കെ 4K RGB ലേസർ പ്രൊജക്ഷൻ, ഡോൾബി അറ്റ്മോസ് ഒക്കെയാണ് കൊണ്ടുവരുന്നത്. ആ തിയേറ്ററിൻ്റെ സീറ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. കാര്യം ട്രിവാൻഡ്രം നമ്മുടെ കൈരളി നില തിയേറ്റർ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഗംഭീര എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പക്ഷേ ആ ഒരു സീറ്റാണ് അത്ര കംഫർട്ട് അല്ലാതെ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ സീറ്റിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് തിയേറ്ററിനെ എന്താ പറയുക, ആ ഒരു ലെവലിൽ എന്താ പറയുക, നമുക്കൊരു ഗംഭീര തിയേറ്റർ തന്നെയാണ് ഗവൺമെൻറ് തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പല ആൾക്കാർക്ക് എന്നോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അത് നിങ്ങൾ തിരുവനന്തപുരത്തും
നമ്മുടെ കോഴിക്കോടും ഒക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും തിരുവനന്തപുരത്താണ് ഏറ്റവും ഗംഭീര എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത് കേട്ടോ. പിന്നെ പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഈ ഒരു തിയേറ്ററൊക്കെ തുടങ്ങാനായിട്ട് എത്ര രൂപ ചിലവ് വരും എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു തിയേറ്ററിന് എത്ര രൂപ ചിലവായി എന്നുള്ള കാര്യം പറയാം. അതായത് ഈ ഗവൺമെന്റ് തിയേറ്ററിന് ഇവിടെ 2 സ്ക്രീനുകളിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ചിലവായ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,56,00,000 രൂപയാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ കോടികൾ മുടക്കിയാണ് ഒരു തിയേറ്റർ, ഓരോരോ തിയേറ്ററുകൾ ഇങ്ങനെ പൊങ്ങി വരുന്നത് എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിടിലം ഗംഭീര തിയേറ്ററുകളൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ, നമ്മുടെ ലുലു മാളിൻ്റെയൊക്കെ ഒരു 2 ഇരട്ടി വലിപ്പം ഉള്ള ഒരു ഷോപ്പിംഗ് മാളാണ് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ വരാനായിട്ട് പോകുന്നത്, KGA മാൾ. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഏതാണ്ട് 5 സ്ക്രീനോളം വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നു അവിടെ അത്യാവശ്യം നല്ല ഗംഭീരമായിട്ടുള്ള സ്പീക്കും കാര്യങ്ങളൊക്കെ കൊടുക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ വലിപ്പം എത്രയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം 5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളവരും കൊച്ചിയിലുള്ളവരും ഒക്കെ ഒന്ന് നെറ്റി ചുളിക്കുമായിരിക്കും. കാര്യം നിങ്ങൾക്ക് ഭയങ്കര വലിയ ഷോപ്പിംഗ് മാളൊക്കെ ഉണ്ട്, സമ്മതിച്ചതേ. പക്ഷേ കോട്ടയത്തും ഇതിനേക്കാളും വലിയ മാളൊക്കെ വരും. പക്ഷേ കോട്ടയത്ത് ഇപ്പോഴും സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് നോക്കുമ്പോൾ മൊത്തം 17 സ്ക്രീനാണ് നമ്മുടെ കോട്ടയം ജില്ലയിൽ ഇനി അങ്ങോട്ട് വരാനായിട്ട് പോകുന്നത്. അതിൽ ഓൾറെഡി ഗുഡ്വിൽ സിനിമാസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ കാര്യം തിയേറ്റർ ഓണേഴ്സ് ആരെങ്കിലും ഒക്കെ ഇനി പുതിയതായിട്ട് തുറക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ സീറ്റിൻ്റെ എണ്ണം കുറച്ചാലും ഈ സ്ക്രീനിൻ്റെ വലിപ്പം ഒന്ന് കൂട്ടണം കേട്ടോ. കാര്യം 2025 ഇപ്പോഴും നമ്മൾ ഇങ്ങനെ എന്താ പറയുക, അധികം പൊക്കമൊന്നും ഇല്ലാതെ ഇങ്ങനെ നീളം കൂട്ടി വെച്ചാൽ, അത് നീളം അധികം ഇല്ല, അങ്ങനത്തെ സ്ക്രീനുകളിലൊക്കെ ഇരുന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമാണ്. ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ നല്ല വലിയ വലിയ ടിവികളൊക്കെ വാങ്ങിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തിയേറ്ററുകൾ ചിലപ്പോൾ അവോയ്ഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്.